ഒരിക്കലും നിറവേറാത്ത ധാരാളം ആഗ്രഹങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്നെങ്കിലും എൻ്റെ ഈ ആഗ്രഹം നിറവേറുമോ? അവരുടെ കൺമുമ്പിൽ ആഗ്രഹം നിറവേറാൻ ഒരു സാധ്യതയില്ല. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു വചനമാണ് നിങ്ങളോട് പറയാനായിട്ട് കർത്താവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. 20-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. ദാവീദ് പറയുകയാണ്, നിന്റെ ആഗ്രഹമൊക്കെയും അവൻ നിനക്ക് നൽകട്ടെ. അപ്പൊ ബൈബിൾ ഒരു ഉറപ്പ് തരിക, നീ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം നടത്തി തരും. മറ്റൊരു ഭാഗത്ത് ബൈബിളിലുണ്ട്, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അക്സ ആഗ്രഹിക്കുക, അവിടെ അപ്പനോട് ചോദിക്കുക, എനിക്ക് ചില ഉറവകൾ തരണം. അവൾ ആഗ്രഹിച്ചതുപോലെ അവൾ ഒരറവയെ ചോദിച്ചു, പക്ഷെ ദൈവം അവൾക്ക്, അവിടെ അപ്പൻ അവൾക്ക് ഉറവകൾ കൊടുത്തു. ഈ വചനങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ആഗ്രഹിക്കുവാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാണ്. നിന്റെ നല്ല ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിക്കും. ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിൽ ഒരു മഹാത്ഭുതം സംഭവിക്കാൻ പോകും. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കവന്റെ മനോഹരത്വം കാണണം, എനിക്കവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. ആദ്യത്തെ ആഗ്രഹം ആത്മീക ആഗ്രഹമാകട്ടെ, പിന്നെയാകട്ടെ ബാക്കിയെല്ലാം. ആരോടൊക്കെയോ കർത്താവ് പറയാം, നിരാശ നിന്നെ വല്ലാതെ മൂടിയിരിക്കുക, ഒന്നും ആഗ്രഹിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ കൂടെ നീ കടന്നു പോവുക. ഇന്നത്തെ ശുശ്രൂഷ നിന്റെ കുടുംബ അന്തരീക്ഷത്തെ മാറ്റും. നീ ചിലത് ആഗ്രഹിക്കും, അത് ദൈവം നിനക്ക് സാധിപ്പിച്ചു തരും. ഈ വർഷം തീരുന്നതിന് മുമ്പ് ആഗ്രഹങ്ങൾ പൂവണിയുന്ന ദിവസങ്ങൾ മുമ്പിൽ ഉണ്ടെന്ന് ദൈവം നിന്നോട് സംസാരിക്കുക. നല്ലത് ആഗ്രഹിക്കാൻ പഠിക്കുക, മറ്റൊരാളുടെ ജീവിതത്തിന്റെ നന്മ കാണാൻ ആഗ്രഹിക്കുക, നിന്റെ കുടുംബത്തിന്റെ നന്മ കാണാൻ ആഗ്രഹിക്കുക, ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുക, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുക, വചനം വെളിപ്പെട്ട് കിട്ടാൻ ആഗ്രഹിക്കുക, സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുക, ദർശനങ്ങൾ കാണാൻ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുക. നീ ആഗ്രഹിക്കുന്നതെല്ലാം യേശു നൽകും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരാമെന്ന് കർത്താവ് സംസാരിച്ചത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിച്ചു കൊടുക്കണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായി നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. ഗോഡ് ബ്ലസ് യു.